ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അമിന, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മളോട് പുറത്തോട്ട് ആരോട് ഇറങ്ങിയിട്ടില്ല പറഞ്ഞത്. പിന്നെ സൈറൻ 2 പ്രാവശ്യം സൈറൻ അടിച്ചിട്ടുണ്ട്. പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതെയോ? ദോഹയിൽ തന്നെയാണോ? ഞാൻ ബഹ്റൈൻ. ഓക്കെ. എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവിടെ നിന്നും? നമ്മളോടിപ്പം പുറത്ത് റോഡിലോട്ട് അങ്ങനെ വേറെ ആവശ്യങ്ങളിൽ ഒന്നും ഇല്ലാതെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിരുന്ന പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പാനിക്കാവരുത്. എന്തെങ്കിലും ഈ രീതിയിൽ സ്ഫോടന ശബ്ദങ്ങളോ മറ്റോ കേട്ടിരുന്നോ? ഒന്നും ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഇതുവരെ ഉള്ളത്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പേടിയുണ്ടാവുമല്ലോ. അതെ, ഈ രീതിയിൽ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് അല്ലേ? അതെ അതെ, ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്, റൂമിൽ തന്നെ ഇരിക്കണം, അതൊക്കെയാണുള്ളത്. ശരി ശരി മിന്ന, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഈ രീതിയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൗരന്മാർക്കും അതോടൊപ്പം തന്നെ സന്ദർശകരും ഒക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണിപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം, കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഖത്തർ ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ നിർവീര്യമാക്കി എന്നുള്ള വിവരം അത് ഖത്തർ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈനും വ്യോമപാത അടച്ചു എന്നുള്ളൊരു വിവരമുണ്ട്. പലയിടങ്ങളിലേക്കും ഈ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോകുന്നുണ്ട്. ബഹ്റൈൻ വ്യോമപാത അടച്ചിട്ടുണ്ട്. അതീവ ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം അത് ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇന്ത്യക്കാർക്കും വരുന്നുണ്ട്. ഖത്തറിലുള്ള ഇന്ത്യക്കാരൊക്കെ തന്നെയും ജാഗ്രത പാലിക്കണം, അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പിന്തുടരണം എന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും നൽകി പോവുകയാണ്. എന്തായാലും ഏത് വിധത്തിലായിരിക്കും ഇറാന്റെ നീക്കങ്ങൾ എന്നുള്ളതായിരുന്നു സംശയം. US സൈനിക കേന്ദ്രങ്ങൾ അത് ആക്രമിക്കും, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളായിരുന്നു, റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആ ഒരു നടപടി ഏത് വിധത്തിലായിരിക്കും എന്ന് ഉറ്റുനോക്കുമ്പോഴായിരുന്നു US താവളം, ഖത്തറിലെ US താവളം, അതിൽ US സൈനിക കേന്ദ്രത്തിലേക്ക്, താവളത്തിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു, മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ എത്തുന്നു. ആ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആശങ്കയിലേക്ക്, കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്.